ഇന്നലെ ടൂർ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളതിൻ്റെ നല്ല കുറേ ഇതൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെയാണോ നിന്റെ ഇന്റർവ്യൂ? എടാ, ഈ ബന്ധം ഏതായാലും അച്ഛൻ സമ്മതിക്കില്ല, ഞാനും സമ്മതിക്കില്ല. ഇവളോട് എന്നെ പ്രത്യേകം പറയണോ? അവളോട് ഞാൻ പറഞ്ഞോളാം. അവൾ എൻ്റെ അനിയത്തിയാ, അവള് മാറിക്കോളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി മേലാൽ ഇത് കാണാൻ ഇടവരുത്തരുത്. പാടി. ഇനി ഇത് വലിയ ഇഷ്യൂ ആണെന്നാ തോന്നണേ. ഇനി പുറത്തേക്ക് വിടാൻ ചാൻസ് ഇല്ല, നമുക്ക് കാണാനും പറ്റില്ല. അയ്യോ, ചേട്ടനാണല്ലോ വിളിക്കുന്നത്. എന്തിനാണ്? എടാ, ഏടത്തി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞാട്ടോ. അവളുടെ അനിയത്തിയല്ലേ. നിങ്ങളുടെ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല. എനിക്കോ എൻ്റെ വിവാഹകാര്യത്തിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിനക്കെങ്കിലും അത് പറ്റട്ടെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. ആകെ രക്ഷപ്പെട്ടു. എന്താ എന്റെ ചേട്ടൻ എന്താ പറയണേ? അതെന്താന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാം. മോളെ, നിങ്ങളുടെ ഈ ചിരിയും കളിയും പ്രണയവും ഒക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നേരത്തെ എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്ന് വെച്ചാൽ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നോണ്ടാണ്. പുള്ളിക്കാതൊന്നും ഇഷ്ടമല്ല. ഞാൻ ചെല്ലട്ടെ, എന്നെ അവിടെ അന്വേഷിക്കും കേട്ടോ. ഓക്കെ. ശരിക്കും നോക്കിയേ, അവർ തമ്മിൽ നല്ല വൈബാണ്. പക്ഷെ അത് അവർ പരസ്പരം തിരിച്ചറിയുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ. ശരിക്കും അവരെ വൈബ് കൂടി മനസ്സിലാക്കുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അവരുടെ ജീവിതം.